യമുന സിറ്റി എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നമ്മൾ ഭഗവാനെ വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചൊല്ലിയിട്ട് ആരതി എടുക്കുന്ന സമയത്ത് നേരെ മുന്നിൽ നിന്നിട്ട് ആരതി എടുക്കാനായിട്ട് പാടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതേക്കുറിച്ച് പറയാം കേട്ടോ. ഭഗവാനെ നേരെ മുന്നിൽ നിന്നിട്ട് ആരതി എടുക്കരുതെന്നാണ് പറയുക. വടക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് വേണം ആരതി എടുക്കാനായിട്ട്. അതായത് ഭഗവാനെ ഇങ്ങനെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. അത് ഞാൻ മുൻപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. കിഴക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാട്ടോ തെക്കോട്ടോ ഒക്കെ ദർശനമായിട്ട് ഭഗവാനെ വെക്കാം. നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു അതാണ് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. അപ്പോൾ വടക്കോട്ട് തിരിഞ്ഞു നിന്നിട്ട് വേണം ആരതി എടുക്കാനായിട്ട് എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ വന്ന് കണ്ടിട്ടുള്ളവരാണെങ്കിൽ, ഇപ്പോൾ ദീപാരാധനയുടെ സമയത്തൊക്കെ തൊഴുതിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇത് ഭഗവാൻ കിഴക്കോട്ട് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. മേൽശാന്തി ഒന്ന് അരികിലേക്ക് നീങ്ങി നിന്നിട്ട് ഒന്ന് സൈഡിലേക്ക് നീങ്ങി നിന്നിട്ട് വടക്ക് ദർശനമായിട്ടാണ് നിൽക്കുക. എന്നിട്ടാണ് ഭഗവാനെ ആരതി ഒഴിയുക. അങ്ങനെ ചെയ്യണം എന്നാണ് പറയാറുള്ളത് കേട്ടോ. വടക്കാണ് ഏറ്റവും ഉത്തമം. പിന്നെ കിഴക്കോട്ട് തിരിഞ്ഞിട്ടും നിന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല കേട്ടോ. ഈ രണ്ട് സ്ഥലങ്ങളാണ് പറയാറുള്ളത്. നേരെ നിൽക്കരുതെന്നാണ് പറയാ. ഇനിയിപ്പോൾ ഓരോരുത്തരുടെ പൂജാമുറിയുടെ വലിപ്പത്തിനനുസരിച്ചാ അവിടെ അങ്ങനെ നീങ്ങി നിൽക്കാനായിട്ട് സ്ഥലം ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? അപ്പം പിന്നെ നേരെ നിൽക്കാനല്ലേ നിവൃത്തിയുള്ളൂ. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ വീട് നമ്മുടെ പൂജാമുറിയാണ്. അപ്പം അങ്ങനെ ചെയ്തതുകൊണ്ടും വിരോധമില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ മുഖം വ്യക്തമായിട്ട് കാണാൻ സാധിക്കണം. അപ്പോൾ സൈഡ് തിരിഞ്ഞിട്ട് ആരതി എടുക്കുകയാണെങ്കിൽ കൂടെ നമ്മുടെ പുറകിലുള്ളവർക്കും, അതായത് ഭഗവാനെ തൊഴാനായിട്ട് നിൽക്കുന്നവർക്ക് മുഖം കാണണ്ടേ. അപ്പോൾ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ മുഖം നന്നായിട്ട് കാണുന്ന രീതിയിൽ വേണം ആരതി എടുക്കാനായിട്ട്. പിന്നെ നന്നായിട്ട് അടുപ്പിച്ച് പിടിക്കുകയൊന്നും ചെയ്യരുത് കേട്ടോ. കാരണം ചൂടൊക്കെ ഇല്ലേ വരിക, ഭഗവാന്റെ ദേഹത്ത് പൊള്ളില്ലേ, അതുകൊണ്ടാണ് അടുപ്പിച്ച് പിടിക്കരുതെന്ന് പറയാറുള്ളത് കേട്ടോ. അങ്ങനെയുള്ള സ്ഥലമില്ലാത്ത കണ്ടീഷനൊക്കെ ആണെങ്കിൽ നേരെ നിന്നതുകൊണ്ടൊന്നും വിരോധമില്ല എന്നും പറയാറുണ്ട്. ഏറ്റവും നല്ലത് വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ. ഭഗവാനൊക്കെ ആരതി എടുക്കുമ്പോൾ തൊട്ടടുത്ത് ഇപ്പോൾ ലക്ഷ്മി ദേവി അല്ലെങ്കിൽ ഭഗവതി ഉണ്ടായിരിക്കും, ഗണപതി, അയ്യപ്പൻ, അവരുടെയൊക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ആരതി എടുക്കാം. അത് നമുക്ക് പ്രത്യേകമായിട്ട് സെപ്പറേറ്റ് ആയിട്ടും ആരതി എടുക്കാം. അതല്ലാതെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വലിയൊരു ആരതിയായിട്ട് ഒഴിയുകയും ചെയ്യാം കേട്ടോ. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഏറ്റവും ഉത്തമം വടക്കോട്ട് തിരിഞ്ഞു നിൽക്കുന്നതാണ്. അതല്ലെങ്കിൽ കിഴക്കോട്ട് നിൽക്കാം കേട്ടോ.